നമസ്കാരം. നമുക്കറിയാം ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണുള്ളത്. ഇന്ത്യയിലെ നിയമമല്ല ഗൾഫ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലെ നിയമമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും നിയമം പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഏറ്റവും കുറഞ്ഞത് നാം ജോലി ചെയ്യുന്നതോ യാത്ര ചെയ്യുന്നതോ ആയ രാജ്യങ്ങളിലെ നിയമങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങൾ അറിയാത്തത് കൊണ്ട് എത്ര പ്രവാസികളാണ് കുഴപ്പങ്ങളിൽ പോയി ചാടുന്നതെന്ന് അറിയാമോ? നിയമ നടപടികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പ്രവാസികളെ പലപ്പോഴും ജയിലിൽ എത്തിക്കുന്നത്. വിസ ചട്ടലംഘനം, ബാധ്യതകൾ, പണമിടപാടുകൾ, ക്രിമിനൽ നടപടികൾ എന്നിവയെക്കുറിച്ച് ഭൂരിഭാഗം പ്രവാസികൾക്കും അറിയില്ല. ഇതാണ് അറിയാതെ കേസുകളുടെ ഊരാക്കുടുക്കിൽ അവരെ കൊണ്ട് എത്തിക്കുന്നത്. നിയമസഹായ ഏജൻസികളൊക്കെ കൈത്താങ്ങുമായി എത്തുമ്പോഴേക്കും ആള് അഴിക്കുള്ളിലായിട്ടുണ്ടാവും. ഇന്ത്യയിലേതുപോലെയല്ല ഗൾഫിലെ നീതിന്യായ വ്യവസ്ഥ. അറസ്റ്റും വിചാരണയും വിധിയുമെല്ലാം വളരെ വേഗം നടക്കും. ഖത്തറിലേക്ക് വരുന്നവരും രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവരുമായ യാത്രക്കാരുടെ കൈവശം 50,000 ഖത്തർ റിയാൽ കൂടുതൽ മൂല്യമുള്ള കറൻസിയോ മൂല്യമേറിയ ലോഹങ്ങളോ ഉണ്ടെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കണമെന്നാണ് ഖത്തർ കസ്റ്റംസ് ജനറൽ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. എയർപോർട്ട് ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ അതിർത്തിയിലെ കസ്റ്റംസ് ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേനയോ ഡിക്ലറേഷൻ അപേക്ഷ പൂരിപ്പിച്ച് നൽകണം. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ എയർലൈനുകളും യാത്രക്കാരുടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. രാജ്യത്തിന്റെ എല്ലാ പ്രവേശന കവാടങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നവർക്ക് ഈ വ്യവസ്ഥ ബാധകമാണ് എന്ന് അധികാരികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിക്ലറേഷൻ ഫോം നൽകാതിരിക്കുകയോ ഫോമിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ പരമാവധി 5 ലക്ഷം റിയാൽ വരെ പിഴയുമായിരിക്കും. ഇതിനു പുറമെ പിടിച്ചെടുത്ത തുകയും വസ്തുക്കളും കണ്ടുകെട്ടുകയും ചെയ്യും. ഇനി എന്തൊക്കെ കൈവശം വെക്കാം എന്നതിലേക്കാണ്. 50,000 ഖത്തർ റിയാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 11,77,500 രൂപ. ഈ എമൗണ്ട് അല്ലെങ്കിൽ തത്തുല്യമായ വിദേശ കറൻസികളോ വജ്രം, മരതകം, മാണിക്യം തുടങ്ങിയ അമൂല്യമായ കല്ലുകൾ, സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ മൂല്യമേറിയ ലോഹങ്ങൾ, ബാങ്ക് ചെക്കുകൾ, ഒപ്പുവെച്ച പ്രോമിസറി നോട്ടുകൾ, മണി ഓർഡറുകൾ എന്നിവ കൈവശമുള്ളവർ അക്കാര്യം അധികൃതരെ കൃത്യമായും അറിയിച്ചിരിക്കണം. ഇതിന്റെ അനുമതി എങ്ങനെയെന്ന് ചോദിച്ചാൽ 50,000 റിയാലിൽ അധികം മൂല്യമുള്ള കറൻസിയാണ് രാജ്യത്തേക്ക് കൊണ്ടുവരികയോ പുറത്തേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നതെങ്കിൽ ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ മുൻകൂർ അനുമതി തേടിയിരിക്കണം. ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന സംഘടനകളാണെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ അനുമതിയും നിർബന്ധമാണെന്ന് ഓർത്തോളൂ. അറൈവൽ അല്ലെങ്കിൽ ഡിപ്പാച്ചറിലെ ഇമിഗ്രേഷൻ ഹാളിൽ നിന്ന് ലഭിക്കുന്ന ഡിക്ലറേഷൻ അപേക്ഷ പൂരിപ്പിച്ച് കസ്റ്റംസ് അധികൃതർക്ക് നൽകണം. മൂല്യമേറിയ സാധനങ്ങളാണെങ്കിൽ ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനൽ ഉൾപ്പെടെയുള്ള രേഖകളും ഇതോടൊപ്പം ഹാജരാക്കണം. കസ്റ്റംസ് ഓഫീസർ ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും രേഖകളും നൽകാൻ യാത്രക്കാരൻ ബാധ്യസ്ഥനാണ് എന്ന് ഭരണകൂടം സൂചിപ്പിക്കുന്നുണ്ട്. ഡിക്ലറേഷൻ അപേക്ഷ നൽകാതിരുന്നാൽ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളാണ് നൽകിയതെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഓർക്കുക. അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കൾ അധികൃതർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായും നൽകാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.